ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. കെ വാല്യൂ കാണാൻ പറയും. കെ വാല്യൂ കാണുന്നൊരു കേസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരുപാട് ടഫ് ഒന്നും വരുന്നില്ല. കെ വാല്യൂ നമുക്കൊന്ന് ചെയ്ത് നോക്കട്ടോ. എന്താ കെ വാല്യൂന് നിങ്ങൾ ഓർക്കണേ. കെ വാല്യൂന് നോക്കി എക്സും തരും പി ഓഫ് എക്സും തരും. ചില കേസിൽ എക്സും പി ഓഫ് എക്സും തന്നിട്ട് കെ വാല്യൂ കാണാൻ പറയും. ചില കേസിൽ എക്സ് തന്നിട്ട് പി ഓഫ് എക്സിനുള്ള ക്ലൂ തരും, എന്നിട്ട് കെ വാല്യൂ കാണാൻ പറയും. ഇവിടെ എക്സ് തന്നിട്ടുണ്ട്. എന്ത് ക്വസ്റ്റ്യൻ നല്ല വ്യക്തമായിട്ട് എക്സ് തന്നിട്ടുണ്ട്. 0 1 2. എക്സ് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് എത്ര കെ. എക്സ് 1 ആകുമ്പോൾ പി ഓഫ് എക്സ് എത്ര 2k. എക്സ് 2 ആകുമ്പോൾ പി ഓഫ് എക്സ് 3k. ഇങ്ങനെ ഒരു റൂൾ തന്നതിന് ശേഷം നമ്മളോട് പറയാണ് ഇതിൽ കെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്നാ പറഞ്ഞു. എന്തിനാ ടെൻഷൻ? നമ്മളപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓർക്കണം, സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. നമുക്ക് ക്ലൂ അറിയാലോ. സം ഓഫ്, അതായത് താഴെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന അതിന്റെ എല്ലാരും കൂടി കൂട്ടിയ 1 കിട്ടും. അത് വെച്ചാണ് നമ്മൾ കെ കാണുക. അപ്പൊ നമ്മൾ ഏതൊക്കെതാ? സിൻസ് സം ഓഫ് പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ഏതാ? കെ ആണ് ഒന്നാമത്. പ്ലസ് 2k പ്ലസ് 3k. അതായത് ഈ പറയുന്ന പി ഓഫ് എക്സുകളെല്ലാം കൂട്ടിയാൽ എന്ത് കിട്ടണം? 1 കിട്ടണം. അതാണ്ട് എഴുതി വെച്ചു. അപ്പോൾ നമ്മൾ കൂട്ടിയേ. അപ്പൊ എത്ര കിട്ടി? 6k ഈസ് ഈക്വൽ ടു 1. 6k ഈസ് ഈക്വൽ ടു 1. ഇനി ഓർക്കേണ്ട കാര്യം വെച്ചാൽ കെ വാല്യൂ കാണണം. അപ്പൊ കെനെ അവിടെ നിർത്തിയിട്ട് കെയുടെ കൂടെയുള്ള ആളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. കെ അവിടെ നിർത്തി കൂടെയുള്ള ആള് 6 ആണ്. 6നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ ഓൾറെഡി അവിടെ ആരുണ്ട്? 1 ഉണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ 1ന് ശേഷമേ ഇവർ ചെയ്യുള്ളൂ. ഈ 6 ഇവിടെ നിൽക്കുന്നത് ഗുണനത്തില. 6 × k അല്ലേ. അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും. ഗുണനം അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും. ഗുണനം അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും. ഹരണ അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഗുണനം, കൂട്ടൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുറയ്ക്കല്, എന്തോ ആയിക്കോട്ടെ, അതിനനുസരിച്ച് നമ്മൾ ചെയ്തു പഠിക്കുക. അപ്പൊ കെ ഇവിടെ നിർത്തി. കൂടെ ഉണ്ടായിരുന്ന 6നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓൾറെഡി അവിടെ ഉള്ള 1 അവിടെ എഴുതി. 1ന്റെ താഴെ ആയിട്ട് വന്നു അല്ലെ. ഡിവൈഡഡ് ബൈ 6 വന്നു. 1/6. അപ്പൊ കെ വാല്യൂ എന്ത് കിട്ടി? 1/6 കിട്ടി. ഓക്കെ ആണല്ലോ. ചില കേസിൽ കെ വാല്യൂ ഒക്കെ അവിടെ ഇട്ട് കൊടുക്കാനൊക്കെ പറയും. ഈ പറയുന്ന എല്ലായിടത്തും 0യുടെ താഴെ 1/6, 1ന്റെ താഴെ 2 × 1/6, 2ന്റെ താഴെ 3 × 1/6 ഒക്കെ എഴുതി കൊടുത്ത് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ ഇതാണ് കെ വാല്യൂവിന്റെ ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ മീൻ. മീന് കാണാനാ പറഞ്ഞു. കെ വാല്യൂ കാണുന്ന സിഗ്മ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന ക്ലൂ വെച്ച് നമ്മൾ ചെയ്തു. അടുത്തതാ മീൻ കാണാം. എങ്ങനെ മീൻ കാണുക? മീൻ കാണൽ ഇങ്ങനെയാണ്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. എക്സും തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞത്? മീൻ കാണാനാ. എക്സ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്. എക്സ് 0 1 2. എഫ് ഓഫ് എക്സ് എത്രയാ? 1/6, 2/6, 3/6. അങ്ങനെ പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ഇ ഓഫ് എക്സ്. എന്താ ഈ? എക്സ്പെക്റ്റഡ്, അതായത് മീന്. ഞങ്ങൾക്ക് മീൻ കാണാൻ അറിയാലോ. എങ്ങനെ? എക്സിനെയും പി ഓഫ് എക്സിനെയും ഗുണിച്ചിട്ട് കൂട്ടും. എക്സിനെയും പി ഓഫ് എക്സിനെയും ഗുണിച്ചിട്ട് കൂട്ടും. സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. സിഗ്മ എക്സിന്റെ പി ഓഫ് എക്സ് അറിയാലോ നമുക്ക് അല്ലേ. ഓക്കെ, ആയിക്കോട്ടെ. സിഗ്മ എക്സ് ഏതാ? 0 × 1/6 പ്ലസ് 1 × 2/6 പ്ലസ് 2 × 3/6. അങ്ങനെ നമ്മൾ എല്ലാതും അങ്ങോട്ട് എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മീൻ വാല്യൂ കിട്ടി. അപ്പൊ എന്ത് കാണാനുണ്ടാവും? കെ വാല്യൂ കാണാനുണ്ടാവും. അപ്പൊ സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന രൂപത്തിൽ കെ വാല്യൂ കാണുക, മീൻ കാണാനുണ്ടാവും. അപ്പൊ മീനും ഈക്വേഷൻ വെച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് വാരിയൻസ് കാണാനാണ്. വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ ഓഫ് എക്സ് സ്ക്വയറാ. ഇ ഓഫ് എക്സ് സ്ക്വയറാ വാരിയൻസിന്റെ ക്ലൂ. ഒന്നെങ്കിൽ വി ഓഫ് എക്സ് അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, എങ്ങനെ ഇ ഓഫ് എക്സ് കാണുക? 2 രീതിയാണ്. സിഗ്മ എക്സ് സ്ക്വയർ × പി ഓഫ് എക്സ് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ഈ രീതി വാരിയൻസ് എന്ത് ചെയ്യണം? ആദ്യം ഇ ഓഫ് എക്സ് സ്ക്വയർ കാണുക. മിനിറ്റ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് കാണണം? ഇ ഓഫ് എക്സ് സ്ക്വയർ കാണണം. ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ നമുക്ക്. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ ആദ്യം കാണണം. പിന്നെ അതേപോലെ നമ്മുടെ മീൻ കണ്ടുവച്ചിട്ടുണ്ടാവും. ആ മീനും വെച്ച്. അപ്പൊ ആദ്യം ഇ ഓഫ് എക്സ് സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇ ഓഫ് എക്സ് സ്ക്വയർ × പി ഓഫ് എക്സ്. എക്സിന്റെ സ്ക്വയർ കാണും, എന്നിട്ട് പി ഓഫ് എക്സ് കൊണ്ട് ഗുണിക്കുക. അപ്പൊ അതിന്റെ ടോട്ടലിനെയാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയാം. എക്സിന്റെ സ്ക്വയർ കാണുക. നോക്കിയേ, 0ന്റെ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എത്ര? 1/6. അടുത്തത് 1ന്റെ സ്ക്വയർ ഇൻറ്റു 2/6. അടുത്തത് 2ന്റെ സ്ക്വയർ ഇൻറ്റു 3/6. അങ്ങനെ ഓരോ എക്സിന്റെ സ്ക്വയറും കണ്ടിട്ട് അതിനെ ആരുകൊണ്ട്? പി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടി. അവിടെ നിൽക്കട്ടെ. ഇനിയോ വി ഓഫ് എക്സ് കാണുമ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് മീൻ ഇ ഓഫ് എക്സ്. ആ വാല്യൂ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ കണ്ടെത്തിയ നമ്മുടെ ടോട്ടൽ വാല്യൂ ആയ 7/3. അതിൽ നിന്നും ആരെ കുറയ്ക്കണം? മീനിന്റെ ഹോൾ സ്ക്വയറിനെ കുറയ്ക്കണം. മീനോട് ഓൾറെഡി കഴിഞ്ഞ കണക്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട് 4/3.
3 എന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ 4/3 ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ആ 4/3 എന്ന വാല്യൂ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഇരട്ടി. അത് ഓക്കെ. ഇപ്പം കണ്ടെത്തിയ E(x²) മൈനസ് E(x)² എന്നാണ്. അപ്പം നമ്മൾ 7/3 മൈനസ് 4/3 ഓൾറെഡി നമ്മൾ കണ്ടെത്തിയ എക്സ്പെക്റ്റഡ് വാല്യൂ ആയ മീന്, അതിൻ്റെ സ്ക്വയർ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, വാരിയൻസ് കിട്ടും. അപ്പോൾ വാരിയൻസ് കാണേണ്ട സമവാക്യം എന്താ, E(x² മൈനസ് E(x)² എങ്ങനെയാണ് E(x² കാണുക, E(x² എങ്ങനെ കാണുക വെച്ചാൽ x² ഇൻറ്റു P(x) അതിൻ്റെ സിഗ്മ, അതിൻ്റെ ടോട്ടൽ പ്ലസ് ചെയ്തിട്ടുള്ള ടോട്ടൽ, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, E(x)² അതായത് മീനിൻ്റെ ഹോൾ സ്ക്വയർ കുറയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക, വാരിയൻസ് കാണുക. ഓക്കെ. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മീന് കാണാൻ പറഞ്ഞാൽ നേരിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ നേരിട്ട് തന്നാലും നമുക്ക് ചെയ്യാം. കെ വാല്യൂ ഒന്നും കാണാത്ത ഇതേപോലെ നേരിട്ട് തന്നാൽ ആദ്യം E(x) കാണാം, തമ്മിൽ ഗുണിച്ച് ടോട്ടൽ ചെയ്താൽ മതി, മീന് കാണാം, ഡൗട്ടൊന്നുമില്ല. പിന്നെന്ത് കാണാം, നമുക്ക് വാരിയൻസ് കാണാം. ക്വസ്റ്റ്യനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. 1/3 നേരിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം, കെ വാല്യൂ കാണണം. കെ വാല്യൂ കാണാൻ ഒരു റിസ്ക് ഇല്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റാൻഡം വേരിയബിൾ തന്നിട്ടുണ്ട്, കെ വാല്യൂ കാണാൻ പറഞ്ഞു. റാൻഡം വേരിയബിൾ നോക്കിയേ 1 2 3 ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാ, 2/k 4/k 6/k = 1. അതാണ് ക്ലൂ. P(x) = 1 അല്ലേ. ദെൻ 12/k = 1. കെ എങ്ങനെ കാണാം, കേനെ അവിടെ നിർത്തിയാൽ 12 ആണുള്ളത്. 12നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, 12നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഹരണമായിരുന്നു, അതെന്തായി മാറും, ഗുണനായി മാറും. 1 × 12 ആയി മാറും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്തായി, 12 എന്ന് കിട്ടി. ഓക്കെ. ഇനി ഇവിടെ അടുത്തത് നമ്മളോട് പറയാനൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ. ഗിവൺ ദ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. അതായത് P(x)ന്റെ ക്ലൂ മാത്രമേ തന്നിട്ടുള്ളൂ. P(x)ന്റെ നേരെ ഇത്ര ഒരു വാല്യൂകൾ തന്നിട്ടില്ല. പക്ഷെ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സിന്റെ റാൻഡം വേരിയബിൾ തരികയും പ്രോബിലിറ്റി ഓഫ് റാൻഡം വേരിയബിളിന്റെ P(x)ന്റെ ക്ലൂ തരികയും ചെയ്താൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ. നന്നായി നോക്കണേ. നോക്കിയേ, പ്രിപ്പയർ എ PMF ടേബിൾ. നമ്മളോട് PMF ടേബിൾ ഉണ്ടാക്കാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. നോക്കിയേ, ഫസ്റ്റ് കമ്പ്യൂട്ട് പ്രോബിലിറ്റീസ് നമ്മൾ കാണാം. X = 2. X 2 ആവുമ്പോൾ എങ്ങനെയാണ്, P(x)ന് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താ, x/12. അപ്പോൾ ആ എക്സ് ഉള്ളിടത്തൊക്കെ എന്തിട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. X 2 ആവുമ്പോൾ എന്ന് പറയുമ്പോൾ എക്സ് തന്ന പ്രോബിലിറ്റിന്റെ ക്ലൂ ഉണ്ടല്ലോ, P(x) = x/12. ആ x/12 ഉള്ളിടത്ത് എന്ത് കൊടുക്കുക, എക്സ് വാല്യൂ കൊടുക്കുക. അപ്പോൾ X 2 ആയാൽ 2/12. അടുത്തതോ, X 4 ആയാൽ 4/12. X 6 ആയാൽ 6/12. അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇതാ ഈ പോലെ ഒരു ടേബിൾ ആക്കി മാറ്റുക. അപ്പോൾ കണ്ടോ, ടേബിൾ ആയില്ലേ. എന്താ 12/x/12 എന്നുള്ളത് അതിനെ ഷോർട്ട് ആക്കിയതാണ് കേട്ടോ. x/12നെ ഷോർട്ട് ആക്കിയതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. എന്തുണ്ടാകാം, ടേബിൾ ഉണ്ടാക്കാൻ ചോദിക്കാം. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷന്റെ എന്തുണ്ടാക്കാൻ, ടേബിൾ ഉണ്ടാക്കാൻ നമ്മളോട് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി ഇതേപോലെ X <6. എന്താ <6 എന്ന് പറഞ്ഞാൽ, X <6 പറഞ്ഞാൽ X ചെറുതാണ് ആരെക്കാളും, 6നേക്കാളും. X ഇവിടെ 6നേക്കാളും ചെറുതായിട്ട് ആരൊക്കെയുള്ളത്, ഇതിൽ 4 ഉണ്ട് 2 ഉണ്ട്. X 6നേക്കാളും ചെറുതായത് 4ഉം 2ഉം. അപ്പം 4ന്റെ വാല്യൂയും 2ന്റെ വാല്യൂയും തമ്മിലാണ്ട് കൂട്ടിയാൽ പോരെ. P(2 + P(4) അതാണ് എന്ത്, X എന്തായത്, <6 എന്ന് പറഞ്ഞത്. വാല്യൂ <6 എന്ന് പറഞ്ഞാൽ X എന്ന വാല്യൂ 6നേക്കാളും എന്താണ്, ചെറുതാണ്. 2 ആവാം 4 ആവാം. ഇവിടെ നമ്മളെ ക്ലൂ പ്രകാരം 2ഉം 4ഉം ഉള്ളൂ 6നേക്കാൾ ചെറുത്. അപ്പോൾ ആ 2ന്റെ പ്രോബിലിറ്റിയും 4ന്റെ പ്രോബിലിറ്റിയും തമ്മിലെടുത്തങ്ങോട്ട് ടോട്ടൽ ചെയ്താൽ എന്തായി, അതിൻ്റെ വാല്യൂ ആയി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരുന്നത് പ്രോബിലിറ്റി ഓഫ് X 2 or 3. 2 or 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ഉം അല്ലെങ്കിൽ 3ഉം. അപ്പം 2ന്റെ വാല്യൂ എടുക്കുക, 3ന്റെ വാല്യൂ എടുക്കുക. 2ന്റെ വാല്യൂ എടുക്കുക, 3ന്റെ വാല്യൂ എടുക്കുക. ഇവിടെ 2ന്റെ വാല്യൂ 1/6. 3ന്റെ വാല്യൂ ഉണ്ടോ, ഇല്ല. ഇല്ലെങ്കിൽ ഇടണ്ട, 0 ഇട്ടാൽ മതി. X 2 or 3 എന്നാണ് അടുത്ത ക്ലൂ തന്നത്. എക്സിലൂടെ 2 ഉണ്ട്, 3 ഇല്ല. അപ്പം നമ്മളെങ്ങനെ ചെയ്ത് നോക്കിയ ക്വസ്റ്റ്യൻ, നമ്മളെ വട്ടം കറക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. നോക്കിയേ, X 2 or 3. നമുക്ക് X വാല്യൂവിൽ 3 ഇല്ല. 3 ഈസ് നോട്ട് ഗിവൺ ദിസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 അവിടെ 0 ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ 2 or 3 എന്ന് പറയുമ്പോൾ എന്താ, 2ന്റെ വാല്യൂ 1/6 കൊടുക്കുക, 3യുടെ വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 1/6 കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി,
PMF ടേബിൾ ഉണ്ടാക്കി. X<6 ആവുമ്പോൾ എങ്ങനെ വിലയെന്ന് കണ്ടെത്തി. X2 or 3 ആവുമ്പോൾ എങ്ങനെ വിലയെന്നും കണ്ടെത്തി. മീന് കണ്ടു, വാരിയൻസും കണ്ടു. അടുത്തതാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നേരത്തെ പറഞ്ഞതിന് അതേതിന് ഓപ്പോസിറ്റ് അടിക്കുക. f(x) എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുക. dxനോട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. dxനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് ഉണ്ടാവുക. ഡെഫിനിഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ എന്താ പറയുക നോക്കിക്കോളൂ കേട്ടോ. പ്രോബിലിറ്റി ദാറ്റ് റാൻഡം വേരിയബിൾ എക്സ് ലൈസ് ബിറ്റ്വീൻ 2 or 0. നേരത്തെ പറഞ്ഞൊക്കെ ക്ലൂ അത് തന്നെയാണ്. പിന്നെ സിഗ്മ p(x) എന്ന് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ ഓഫ് a⁻b f(x) dx എന്നുണ്ടാവുക. ഇന്റഗ്രൽ ഓഫ് a⁻b f(x) dx. അവിടെ p(x) ആണെങ്കിൽ ഇവിടെ f(x) dx ആണ്. ഓർത്തോളൂ കേട്ടോ, f(x) dx ആണ്. f(x) ഈസ് കോൾഡ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. f(x) എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ ഫോളോ ചെയ്യുന്നതാണെന്ന് നോക്കുക കേട്ടോ. അവിടെ സിഗ്മ p(x) = 1 ആണെങ്കിൽ ഇവിടെ എന്താ? ഇന്റഗ്രൽ ഓഫ് f(x) dx = 1 ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുള്ളത്. പ്രോബിലിറ്റി കാൽക്കുലേറ്റഡ് ഓവർ ഇന്റർവെൽ പറയുന്നു. പ്രോബിലിറ്റി യൂസ്ഡ് ടു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ദെൻ സിംഗിൾ പോയിന്റ് 0യിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇന്റഗ്രൽ ഓഫ് f(x) dx ആണ് കേട്ടോ. യെസ്, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്. നമ്മൾ f(x) = kx. എന്നിട്ട് നമ്മൾക്ക് k തന്നിട്ടുണ്ട്, k വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞെന്താ? ഇന്റഗ്രൽ ഓഫ് kx dx = 1 പറയുന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ പോലും പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കാം കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി വരുന്നതാണ് എന്ത്? കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പൊ നോക്കിയേ, പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ പറഞ്ഞു, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പറഞ്ഞു, അത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, അവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. f(x) = p(x) < x എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ കണ്ടിന്യൂസ് കേസ് പറയുന്നുണ്ട്. കണ്ടിന്യൂസ് കേസിൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് f(x) dx. അപ്പൊ നിങ്ങൾ ഡിസ്ക്രീറ്റ് കേസിലും കണ്ടിന്യൂസ് കേസിലും എങ്ങനെയാന്നുള്ളത് നമ്മളെ മറ്റേ PMFന്റെയും മറ്റതിന്റെയും എന്ത് ചെയ്യുക, ഇക്വേഷൻ കൊടുത്താൽ മതി. ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ x is defined as എന്ന് പറഞ്ഞിട്ട് f(x) വാല്യൂ ഓർ ഈക്വൽ ടു x പറഞ്ഞിട്ടുണ്ട്. p(x) is equal to f(x) ഓർ വാല്യൂ ഓഫ് ഈക്വൽ ടു x പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. റിലേഷൻ ബിറ്റ്വീൻ PDF ആൻഡ് CDF പറഞ്ഞിട്ടുണ്ട്. ഇതാ PMF is equal to sum of 1, PDF is equal to integral of 1. നോക്കിയാൽ മറ്റത് PMF നമ്മൾ എന്ത് പറഞ്ഞത്? പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനിൽ സിഗ്മ p(x) = 1, അതായത് ടോട്ടൽ is equal to 1. ഇവിടെ എന്താ? PDF എന്താ? ഇന്റഗ്രൽ is equal to 1. CDF എന്താ? കുമുലേറ്റീവ് പ്രോബിലിറ്റിയാ. ഓക്കെ, മീൻ എന്താ? E(x) ആണ്. വാരിയൻസ് എന്താ? E(x² - E(x)² ആണ്. ജസ്റ്റ് ഇതിന്റെ ഒരു ക്ലൂ. അതേപോലെ തന്നെ f(x) എന്ന് പറയുന്നത് PMFന്റെ കേസിലാണ് എന്ത് പറയാ? സിഗ്മ p(x) വരിക. മറ്റേതിൽ എന്താ? സിഗ്മ p(x) അല്ല, dx ഇന്റഗ്രൽ ഓഫ് f(x) dx ആ വരിക. ഇനി അതേപോലെ തന്നെ CDF കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇപ്പൊ നിങ്ങളോടൊരു ടോപ്പിക്ക് ചോദിക്കാൻ എന്താണ് കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ചോദിക്കുമ്പോൾ അവിടെയും നിങ്ങൾ ആവർത്തിച്ച് എന്ത് കൊടുക്കുക? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ കുറിച്ചും പറയുക, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ കുറിച്ചും പറയുക. ഡിസ്ക്രീറ്റിനെ കുറിച്ചും കണ്ടിന്യൂസിനെ കുറിച്ചും അവിടെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? ബോധിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കൊടുക്കുക, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും കൊടുക്കുക. രണ്ടിൻ്റെ ഇക്വേഷൻ അവിടെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. രണ്ടിൻ്റെ ഇക്വേഷനും എഴുതി വ്യക്തമായി കാണിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒക്കെ സമ്മപ്പാണ്, എല്ലാതും കൂടി ചേർത്തിട്ടുള്ളതാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു CDF എണ്ണ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്പാരിസൺ ബോക്സ് ആണ് നേരത്തെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതാ ഫീച്ചേഴ്സ്, ടൈപ്സ്, ഫോർമുല, ഇന്റഗ്രൽ, സിംഗിൾ വാല്യൂ, ഇങ്ങനെ ജസ്റ്റ് നോക്കുക. എല്ലാം PMFും PDFും ചേർത്തിട്ട്. അപ്പം നമ്മൾ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ മൊഡ്യൂൾ പ്രകാരം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സുകളായിട്ടുള്ള എല്ലാ ടോപ്പിക്സിനെയും ചേർത്തോണ്ട് നമ്മളൊരു ഇത് ജസ്റ്റ് ഒരു അവെയർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. ഈ പറയുന്ന ആദ്യം റാൻഡം വേരിയബിൾ എന്താ പറയുക, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ 2 ടൈപ്സ് ഉണ്ട്, അപ്പോൾ ഏതൊക്കെ യൂസ് ചെയ്യുന്നു പറയാം. ശേഷം പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന ലോകത്തേക്ക് പോവുക, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിൽ ഡിസ്ക്രീറ്റിൻ്റെ ടൈമിലാണ് മാസ് ഫംഗ്ഷൻ യൂസ്